ഇന്ന് വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് അമ്മയുടെ തറവാട്ടില് ഭുവനേശ്വരി പൂജ നടക്കുന്ന ദിവസമാണ്. ഊരത്ത് പുത്തൻവീട് തറവാട്ടിലെ എല്ലാ അംഗങ്ങളും കഴിവതും ഈ ദിവസം തറവാട്ടിൽ ഒത്തുചേരുകയും ദേവിക്ക് പൂജ സമർപ്പിക്കുകയും അനുഗ്രഹം വാങ്ങുകയും ചെയ്യാറുണ്ട്. എന്തിനാണ് നാം ഭുവനേശ്വരി പൂജ നടത്തുന്നത്? ആരാണ് ഭുവനേശ്വരി? ദശമഹാവിദ്യകളുടെ 4ാമത്തെ ഭാവമാണ് ഭുവനേശ്വരി. ലോകങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചം എന്നൊക്കെ അർത്ഥമുള്ള ഭുവനം എന്ന വാക്കിൽ നിന്നാണ് ഭുവനേശ്വരി എന്ന പേര് ഉരുത്തിരിഞ്ഞത്. പ്രപഞ്ചത്തിന്റെ ദേവതയായി നാം ഭുവനേശ്വരിയെ സങ്കല്പിക്കുന്നു. ലോകത്തിന്റെ സൃഷ്ടാവും സംരക്ഷകയും അവൾ തന്നെ. പാർവതി, ദുർഗ, ഭഗവതി എന്നീ പേരുകളിലും അറിയപ്പെടുന്ന ഭുവനേശ്വരി സ്വർഗീയ ശക്തിയുടെ ഉഗ്രഭാവമായ കാളിയുടെ പ്രകടനമാണ്. ത്രയംബകനായ ശിവൻ അവളുടെ ഭർത്താവായി ഭൂമിയെ സേവിക്കുന്നു. പൂജാവിധിപ്രകാരമുള്ള ചടങ്ങുകൾ അവിടെ നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അംബികമേമ അതിൻ്റെ പ്രസാദമൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മളെല്ലാവരും ഒത്തുചേരുന്നതും ഈ ദിവസം തന്നെയാണ്. എല്ലാവരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിലുള്ള സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടി പൂജകൾ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പേര് ശിവരാമൻ കൂടല്ലൂർ എന്നാണ് കേട്ടോ. പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വർഷത്തെ ഭുവനേശ്വരി പൂജയുടെ ഫലപ്രാപ്തി എങ്ങനെയുണ്ട് എന്നറിയുവാനായി നമ്മൾ രാമായണം വായിക്കും കേട്ടോ. സാധാരണഗതിയിൽ ജിജാൻ്റിയാണ് വായിക്കാറുള്ളതെന്ന് ഏട്ടൻ പറഞ്ഞു. ഇത്തവണ രേണുകാൻ്റിയാണ് വായിക്കുന്നത്. ഹരിമാമ അവിടെയുണ്ട്, ഉണ്ണിമാമയൊക്കെ അടുത്തുണ്ട് കേട്ടോ. ഹരിമാമയുടെ സിസ്റ്ററാണ് രേണുകാൻ്റി. ഒരുപാട് ദിവ്യക്ഷേത്രങ്ങൾ രേണുകാൻ്റി സഞ്ചരിച്ചിട്ടുണ്ട്. അവിടങ്ങളിലെല്ലാം രാമായണ പാരായണവും ഭാഗവത പാരായണവും ഒക്കെ നടത്തിയിട്ടുള്ള ആളുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും നമ്മുടെ ഫലപ്രാപ്തി വായിക്കുവാൻ വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു കാര്യം ചെയ്യുവാൻ അനുഗ്രഹം കിട്ടിയതും രേണുകാൻ്റിക്ക് തന്നെയാണ്. കണ്ണടച്ച് പ്രാർത്ഥിച്ച് ഏതെങ്കിലും ഒരു പേജ് എടുത്ത് അതിൻ്റെ 7 താളുകൾ മറിച്ച് 7 വരികൾ വിട്ട് 7 അക്ഷരങ്ങളും വിട്ട് വേണം വായിക്കാൻ. അപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് വായിക്കുകയാണ്. വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചുകൊണ്ടിരുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ടൊട്ടുമേ കാലം കളയാതെ കണ്ടു നീ. രാക്ഷസവംശത്തെ രക്ഷിച്ചുകൊള്ളുക, സാക്ഷാൽ മുകുന്ദനെ സേവിച്ചുകൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം, പദ്യം നിനക്കിതു ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോടു ശാന്തനാം മാലവ്യൻ വംശരക്ഷാർത്ഥമായി ചൊന്നതു കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെയമ്മാല്യവൻ തന്നോടു ചൊല്ലിനാൻ, മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം? മർക്കടാലംബനം നല്ല സാമർത്ഥ്യമെന്നുൾക്കാമ്പിലോർക്കുന്നവൻ ജഡത്രനെത്രയും. രാമൻ നിയോഗിക്കയാൽ വന്നിതെന്നോടു സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി. മിത്രതനയനായ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തര ദിക്കിലും. ബാലിതനയനും ദക്ഷിണ ഗോപുരേ, വായുതനയനും പശ്ചിമ ഗോപുരേ. മായാമാനുഷനാമാദിനാരായണൻ മിത്രതനയനായി സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തര ദിക്കിലും. ഒടുവിൽ വായിച്ചിട്ടുള്ള വരികളെ രണ്ടെണ്ണേ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് മടക്കാം. മായാമാനുഷനാം നാരായണൻ മിത്രതനയനായ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തര ദിക്കിലും.
ഭുവനേശ്വരി പൂജയുടെ താന്ത്രിക വിധികളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. ശാക്തയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ ഒരു തവണ ചെയ്യാവുന്നതാണ്. ഏത് മാസമാണോ ചെയ്യുന്നത് അതേ മാസം തന്നെ മുടങ്ങാതെ വരുന്ന ഇയറിലും ചെയ്യണം. അങ്ങനെയാണ്. ബൈ ചാൻസ് എന്തെങ്കിലും കാരണത്താൽ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മുടക്കം കഴിഞ്ഞതിന് ശേഷം ശാക്തയം ചെയ്യാവും. ഒരു കൊല്ലും മുടക്കാൻ പാടില്ല. മാക്സിമം കുടുംബാംഗങ്ങൾ മുഴുവൻ അതിൽ പങ്കെടുക്കുക. പൂർവം ചെയ്യുവതെന്തെന്നോ അന്നു കണ്ടത് ചെയ്യണം, ധർമ്മദൈവം കനിഞ്ഞാലേ കുളിർപ്പൂ തറവാടുകൾ എന്നാണ്. അത് പൂർവികരായി ഈ തറവാട്ടിൽ ഉയർത്ത് പുത്തം വീട്ട് തറവാട്ടിലെ ഏറ്റവും ആദ്യത്തെ ഒരു കാരണവര് നമുക്കൊക്കെ നായന്മാർക്ക് അമ്മാവൻ എന്നുള്ള സ്ഥാനത്തിലാണ് പ്രധാനം. അങ്ങനെ ഒരു അമ്മാവൻ്റെ ആദ്യകാലത്ത് ഉപാസനാമൂർത്തിയാണ് ആ ഭഗവതി. ഭുവനേശ്വരി സങ്കല്പം സാക്ഷാൽ ശിവന്റെ ധർമ്മജ്ഞയായ പാർവതീദേവിയാണ് ഭുവനേശ്വരി. പക്ഷേ വിധാനക മന്ത്രത്തിലും ധ്യാനത്തിലും ഛന്ദസ്സിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ശാക്തയാണ്. ഉത്തമത്തിൽ പീഠത്തിൽ ഭഗവതിക്ക് പൂജ കൊടുത്തു. പത്മത്തിൽ മധ്യമ പത്മാണ്, 16 കള്ളി പത്മം എന്ന് പറയും. അതിലേക്ക് മധ്യമ പൂജ കൊടുത്തു. ഇത് രണ്ടും ഒരാൾ തന്നെ. ഒന്ന് ഭുവനേശ്വരിയും താഴെ ഇരിക്കുന്നത് രക്തേശ്വരിയും. ഉത്തമവും മധ്യമവും ഏക ദ്വയ ത്രയ. ആ ഭാവത്തിലേക്ക് 3 ഭാവത്തിലേക്ക് ബാല ഭുവന ത്രിപുര. ത്രിപുര എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് സങ്കല്പത്തിലേക്ക് എത്തി. ആ ഭാവത്തിലേക്ക് മാറ്റലാണ് ശാക്തയം. ഈ സൈഡിൽ ഇരിക്കുന്നത് ഗണപതിക്കാണ്. ആദ്യത്തെ പൂജ ഗണപതിക്ക്, രണ്ടാമത്തെ ഭുവനേശ്വരിക്ക്, അതിൻ്റെ അപ്പുറത്ത് ആദ്യത്തെ ഈ തറവാട്ടിലെ ഗുരുനാഥൻ, നേരത്തെ പറഞ്ഞ ഏറ്റവും ആദ്യത്തെ അമ്മാവെന്ന സങ്കല്പം. ഇവിടെ ചാണ്ടി. ഈ ഭഗവതര പരിവാരങ്ങൾ പുറത്തിരിക്കുന്നുണ്ട്. അവർക്കാണ് ഗുരുധർമ്മം. 8 ഭൈരവന്മാർ. ഇത് ഭുവനേശ്വരി അല്ല, ഭദ്രകാളി പൂജയാണെങ്കിൽ വടക്കും വാതിക്കലാണ് ഗുരുധർമ്മം. അപ്പം ചന്ദനും മുണ്ടനും ഗണ്ഡാകരണനുമായി ഈ സങ്കല്പമല്ല, അവിടെ സങ്കല്പം മാറി. അപ്പോൾ കാളീകൽപ്പത്തിലേക്ക് മാറുന്നത് ഇത് വേറെ. ശരി. ദേവിയെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലാണ് മതിയാവുക? അദ്ദേഹം വീണ്ടും പറഞ്ഞു, സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് വെക്കുന്നത്. അപ്പോൾ സ്ഥിതിയിൽ വരുന്നത് വിഷ്ണുവാണ്, സംഹാരത്തിൽ വരുന്നത് ശിവനാണ്. അപ്പോൾ അത് പ്രകാരം നടുക്കിലെ ബന്ധം കെട്ടിക്കഴിഞ്ഞാൽ ഈ തറവാടിന് വരുന്ന ശാക്തയം വരുന്ന ഈ ഡേറ്റ് വരെയാണ് നമ്മൾ നോക്കുക. എല്ലാം ശുഭമായിരിക്കുന്നു. പക്ഷേ ചിലവ് കൂടുതലുണ്ട് എന്നാണ് സാമ്പത്തികമായിട്ട്. അതുകൊണ്ട് പ്രശ്നമൊന്നും കരുതേണ്ട, ഇവിടെ ഉണ്ടല്ലോ. ഇല്ലെങ്കിലല്ലേ പേടിക്കുന്നത്. പിന്നെ ജനസ്വാധീനം എത്ര കണ്ട് അടക്കി പിടിച്ചിരിക്കുന്നു എന്നാണ് അതിന് മറ്റേ വശമാണെങ്കിൽ ആ സിംഹച്ചിഹ്നമാണ് വരുന്നെങ്കിൽ നമ്മൾ നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വായനയാണ്. അപ്പോൾ അതിൽ ശത്രു സംഹാരമാണ്. രാമൻ അമ്പും വില്ലും കുലച്ചുകൊണ്ട് ശത്രു സംഹാരത്തിന് നിൽക്കുന്നു. അപ്പോൾ രാമനോ രാമായണോ അല്ല ഇവിടെ നമ്മൾ കണക്കാക്കുന്നത്, നമ്മൾ നമ്മുടെ ഭഗവതിനെയാണ്. ഈ മക്കളോട് ഞാൻ എത്ര കണ്ട് നമ്മൾ എങ്ങനെ അങ്ങോട്ട് കൊടുക്കുന്നു അതിൻ്റെ ഇരട്ടി നീതി പുലർത്തിക്കൊണ്ട് ആ പരാശക്തി എന്നെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നന്നായി കേട്ടോ. ശരി, എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. അമ്മാമ അല്ലെങ്കിൽ അമ്മായി അല്ലെങ്കിൽ ചെറുമ ഒരു പൂജ ചെയ്യണം, പാടില്ല. വരുന്ന കൊല്ലം ചെയ്യണം. ഇങ്ങനെ അല്ലെങ്കിൽ 18 ആവായിച്ച ഒരു പായസം വെച്ചൊരു പൂജ മാത്രമേ പാടൂ. ഇത്തരത്തിൽ ഗുരുതർപ്പണമൊക്കെ ആയിട്ട് വർഷത്തിൽ ഒന്നേ പാടൂ. ഭുവനേശ്വരി പൂജ നടത്തുന്നത് ഹരിമാമയുടെ വീടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ. തറവാട് ഇരിക്കുന്നത് എവിടെയാണെന്നുള്ളൊരു സങ്കല്പത്തിൽ ഇതിൻ്റെ മച്ചിലാണ് നടത്തുന്നത്. അപ്പോൾ ഹരിമാമയ്ക്ക് എന്താണ് പൂജയെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത് നോക്കാം. പൂജ ഇവിടെ തുടങ്ങിയിട്ട് പൂരത്ത് പുത്തം വീട്ടിൽ നടക്കുന്ന എല്ലാ അംഗങ്ങളും പരമാവധി ഇതിൽ പങ്കെടുക്കാറുണ്ട്. പരമാവധി ഇവിടെ നാട്ടിലുള്ള സമയത്ത് എല്ലാവരും ഇവിടെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ അത് നല്ലൊരു ചടങ്ങായിട്ടാണ് നമ്മളിത് സത്യത്തിൽ ഇത് നടത്തുന്നത്. എന്താ വെച്ചാൽ ഈ പൂജ എന്നുള്ളത് മാത്രമല്ല, ഇതൊരു കുടുംബ സംഗമം എന്നുള്ള രീതിയിലും കൂടിയാണ്. കാരണം എല്ലാവരും ഒത്തുചേരുക ഒരു നല്ലൊരു അവസരമായിട്ടാണ് കാണുന്നത്. ഇതിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കാറുണ്ട്. എല്ലാവരും പങ്കെടുത്തവർക്കെല്ലാം ഈ ഇതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ എല്ലാവിധ നന്ദി അറിയിക്കും. പൂജ അവസാനിച്ചതിനാൽ ഇനി നമ്മൾ ഭക്ഷണം കഴിക്കലും എല്ലാവരും
വർത്തമാനം പറയലൊക്കെയാണ് കേട്ടോ. വർഷത്തിലൊരിക്കൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവരൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു മഹത്തരമായിട്ടുള്ള ദിവസമാണ്. വളരെ വളരെ സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ. അപ്പോൾ എല്ലാവരും ചേർന്നിരുന്നിട്ട് വർത്തമാനം പറയുകയും ഫോട്ടോ എടുക്കലും അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുപാട് പ്രസാദങ്ങളുണ്ടായിരുന്നു കേട്ടോ. ദേവിക്ക് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പ്രസാദങ്ങളാണ് ഉണ്ടാക്കി വയ്ക്കാറുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്കും അതിൻ്റെ പങ്ക് കഴിക്കാൻ കിട്ടുമെന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരെയായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇത് ജീജാൻ്റെയുടെ അമ്മയാണ്, ടീച്ചറായിരുന്നു കേട്ടോ. ഇത് കേണലാണ് നമ്മുടെ ശോഭ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അവരിപ്പോൾ സിക്കിമിലാണ് ഉള്ളത്. കേണൽ അങ്കിളിനൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. എല്ലാവരുടെ വീഡിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ. എന്നാലും എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ മോളൂട്ടിയോട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അമ്മ പ്രസാദമൊക്കെ കൊണ്ടു തരുമായിരുന്നു കേട്ടോ. ഇത് സജിമാമയാണ്. സജിമാമയും അന്തമാമയും വർത്തമാനം പറയാണ്. സജിമാമ എടപ്പാള് ഭാസ്കർ ട്രാവൽസിൻ്റെ ഓണറാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വർത്തമാനം പറയുന്നുണ്ട്. അംബികമ്മയുടെ അടുത്തുള്ളത് സുമി ചേച്ചിയാണ്, സജിമാമയുടെ ഭാര്യയാണ്. ഇപ്പുറത്ത് ശശികലാൻ്റെയാണുള്ളത്, ഹരിമാമയുടെ സിസ്റ്ററാണ് കേട്ടോ. പിന്നെ താഴെ ചെന്നപ്പോൾ അവരുടെ പൂജാ റൂമൊക്കെ കണ്ടു. നല്ല ഭംഗിയിൽ കൃഷ്ണനെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയിട്ട് വർത്തമാനം പറയലും ഭക്ഷണം കഴിക്കലും ഒക്കെ ആയി. ഇത് പ്രിയ ചേച്ചിയാണ് കേട്ടോ. ഏട്ടനെ കസിൻ സിസ്റ്റർ ആയിട്ട് വരും. അതുപോലെ ജയന്തി ആൻറ്റി ഉണ്ടായിരുന്നു, ബേബി മാമ ഉണ്ടായിരുന്നു, വസന്തമേമ ഉണ്ടായിരുന്നു. ബേബി മാമിയും വസന്തമേമയൊക്കെ ഞാൻ പറഞ്ഞല്ലോ അമ്മമ്മയുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ ആണെന്ന്. അതുപോലെ കേണലങ്കിൾ ഉണ്ടായിരുന്നു കേട്ടോ. കേണലങ്കിളിൻ്റെ മോളാണ് ശോഭ ചേച്ചി. പിന്നെ എല്ലാവരും ഇരുന്നിട്ട് വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അതിനിടയ്ക്ക് ജീജാൻ്റെ ഓടി നടന്നിട്ട് എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്, കഴിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഹരിമാമിയും എല്ലാവർക്കും കറികളൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. അവരുടെ വീടാണിത് കേട്ടോ. ഹിമ ചേച്ചി സുമി ചേച്ചി അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ പോകുമ്പോൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. നല്ല രസമാണ്. വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും അല്ലേ ഇങ്ങനെ കൂടുള്ളൂ കല്യാണങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഒരു കുടുംബസംഗമത്തിനും കൂടിയുള്ള ഇടാവുമ്പോൾ ഒരുപാട് മധുരയേറുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. നല്ല രസമായിട്ടുള്ള ഫുഡായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ ദേവിക്ക് വെച്ചിട്ടുള്ള പ്രസാദങ്ങളാണ് കേട്ടോ. പല വിധത്തിലുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. ചിക്കൻ കറി, ചപ്പാത്തി, പിന്നെ പ്രസാദമായിട്ട് പരിപ്പുവടയൊക്കെ ദേവിക്ക് ഭക്ഷണമൊക്കെ ഇങ്ങനെ കൊടുക്കും കേട്ടോ. അതിനിടയ്ക്ക് എനിക്കൊരു ഉണ്ണിക്കുട്ടനെ കിട്ടി കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പരിചയക്കേടൊന്നും കാണിച്ചില്ല. കൈ നീട്ടപ്പോൾ തന്നെ വന്നു കേട്ടോ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അങ്ങനെ ചിരിക്കണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രേണു ആൻറ്റി അമ്മയും കൂടി ഇരുന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്. പിന്നെ ഉണ്ണിക്ക് ഇങ്ങനെ ഓരോ പൂക്കളൊക്കെ കാണിക്കുമ്പോൾ തന്നെ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. ഏട്ടനാണ് വീഡിയോ എടുക്കണത്. കുറേ നേരം ഞങ്ങൾ അങ്ങനെ കളിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എവിടെ പോയാലും കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നതും അവരുടെ കൂടെ കളിക്കാൻ പറ്റുന്നതൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഈ ഉണ്ണിക്കുട്ടനാണെങ്കിൽ ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു അവൻ്റെ ക്യൂട്ട് ചിരി കാണാൻ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ എടുക്കൽ സെക്ഷനാണ്. ഫാമിലിയിലുള്ള എല്ലാവരും ചേർന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കും. കുറേ പേരൊക്കെ പോയിട്ടോ. ദൂരെ നിന്ന് വരുന്നവരൊക്കെ ഇരുട്ടായതുകൊണ്ട് പോയി. അതുകൊണ്ട് അധികം ആൾക്കാരില്ല. ഇതിലും ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പണ്ട് കല്യാണത്തിന് മുന്നൊക്കെ ഇവിടേക്ക് വരാൻ തന്നെ ഉണ്ടായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ എല്ലാവരുടെയും ഐക്യമാണ്. എല്ലാവരും ഒരുമിച്ച് വളരെ സ്നേഹത്തോടെയാണ് കഴിയണത്. അപ്പോൾ അശ്വ എനിക്ക് കുറേ ഫോട്ടോസൊക്കെ അയച്ചു തരുമായിരുന്നു കേട്ടോ. പണ്ട് ഭുവനേശ്വരി പൂജയ്ക്ക് വന്നിട്ട് അവർ ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കും, ഇത്രയും ഫാമിലി ഒരുമിച്ച് ഓരോരോ കാര്യങ്ങൾക്ക് ഒത്തുചേരാന്ന് പറയുന്നത് എത്ര വലിയ പുണ്യമാണ്. ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മാത്രമല്ല ഇവിടെ ഞാനൊരു കണ്ടിട്ടുള്ള കാഴ്ച എന്താ വെച്ചാൽ ഇവിടെ ഫാമിലി ആയിട്ട് വരുമ്പോൾ എല്ലാവരും ഭാര്യയും ഭർത്താവും അവരെത്ര പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പോലും വളരെ സ്നേഹത്തിലാണ് കഴിയുക കേട്ടോ. അത് തന്നെയാണ് അവർ അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഭാര്യയെ എത്രത്തോളം ബഹുമാനിക്കണം, ഭർത്താവിനെ എത്രത്തോളം സ്ഥാനം കൊടുക്കണം, ഇതൊക്കെ അവരുടെ ഫാമിലിയിൽ നിന്നാണ് നമ്മൾ കണ്ടു പഠിക്കേണ്ടത്. എത്ര പ്രായമായാലും ആ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് ഒരിക്കലും കണ്ണടയ്ക്കാൻ സാധിക്കില്ല.
അതുപോലെ തന്നെ സ്നേഹത്തോടെ ജീവിക്കണമെന്ന് അവർ ഓരോരുത്തരും നമ്മളെ പഠിപ്പിക്കുകയാണ് കേട്ടോ. അംബികമ്മയും ഉണ്ണിമാമയും അവർ തമ്മിലുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള എല്ലാ ഫോട്ടോസും ഞാൻ ലാസ്റ്റ് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാം കാണാമല്ലോ. അങ്ങനെ വസന്തമ്മയുടെ കൂടെ ഞങ്ങളെല്ലാവരും കൂടി പോരാണ് കേട്ടോ. അംബികമ്മയുടെ അവിടെയും കൂടി കയറിയിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. പണ്ടൊക്കെ രാത്രി 12 മണിയൊക്കെ കഴിയുമ്പോഴാണ് ഇതൊക്കെ തീരാറ്. അതുവരെ അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും. വർഷത്തിലൊരിക്കൽ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് തന്നെ എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് എത്ര ദൂരെയാണെങ്കിലും വരുന്നൊരു പതിവാണ്. പക്ഷേ ഇപ്പോൾ പുതിയ തലമുറയൊക്കെ പല രാജ്യങ്ങളിലായിട്ട് ചേക്കേറി കഴിഞ്ഞു. അശുവൊന്നും ഇവിടെ ഇല്ല. അതുപോലെ തന്നെയാണ് ജയന്തി ആൻ്റിയുടെയും ബേബാമ്മയുടെയൊക്കെ മക്കളൊക്കെ അമേരിക്കയിലും UK ഒക്കെയാണ്. അപ്പോൾ അവർക്കൊന്നും വരാൻ സാധിക്കില്ല. അങ്ങനെ നമ്മൾ അംബികമ്മയുടെ അവിടേക്ക് പോയി കേട്ടോ. അന്ന് ഒരു സന്തോഷമുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ടായി. എനിക്ക് വസന്തമ്മ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു ഗിഫ്റ്റ് തന്നു കേട്ടോ. എനിക്കൊരു സാരി തന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി എനിക്കത് കിട്ടിയപ്പോൾ. അപ്പോൾ അത് കൊടുത്തിട്ടുള്ള ഫോട്ടോസും ഞാൻ അവസാനം പിൻ ചെയ്ത് വയ്ക്കാം. ഗുരുവായൂർ പോയപ്പോൾ ഞാൻ ഇട്ടിരുന്നത് അന്ന് പോയ സമയത്ത് അതാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും ഞാൻ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ വർഷത്തെ ഭുവനേശ്വരി പൂജ വളരെ ഭംഗിയായിട്ട് തന്നെ സമാപിച്ചു. ഇത് ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം കേട്ടോ. ഇത് അംബികമ്മയും ഉണ്ണിമാമയാണ്. ഇത് ജയന്തി ആൻ്റിയും ബേബി മാമയാണ്. ബേബി മാമ മിലിറ്ററിയിലായിരുന്നു. ജയന്തി ആൻ്റി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആയിരുന്നു കേട്ടോ. പിന്നെ പ്രസാദേട്ടനും ബേബി മാമയും ജീജ ആൻ്റിയും ഹരിമാമിയാണ്. അത് കഴിഞ്ഞ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് രേണുക ആൻ്റിയും അമ്മയുമാണ്. അങ്ങനെ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി.